ഇപ്പോൾ കേരളത്തിലെ ഏത് കലാലയത്തിലേക്കും നമുക്ക് ക്ഷണം കിട്ടുമ്പോഴും ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് അഹല്യയെക്കുറിച്ച് പഠിച്ചിട്ട് വരണമായിരുന്നു, ഈ കലാലയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വരണമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഇതുപോലൊരു സാംസ്കാരികോത്സവം ഈ തരത്തിൽ നടത്തുന്നുണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇത് വളരെ വിപുലമായ രീതിയിൽ നന്നായി പണം ചെലവഴിച്ച് നടത്തുന്ന, അതിനേക്കാളുപരി മികച്ച അച്ചടക്കത്തോടുകൂടി കണ്ടൻറ് ബേസ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ സെലക്റ്റീവായി മികച്ച അതിഥികളെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുന്നൊരു പരിപാടി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ ഈ ഒരു പ്രകൃതി ഇത്രയും വിശാലമായൊരു സ്ഥലത്ത് അതിൻ്റെ ഒരു ഭംഗിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ ഇത്രയേറെ മനോഹരമാക്കി കൊണ്ടുപോകുന്നു, അതിനെ അനുവർത്തിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. എല്ലാവർക്കും എല്ലാ കാലത്തും എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല അത്. അതിന് നല്ല മനസ്സ് വേണം. അതിന് അഹല്യയുടെ സാരഥികൾക്ക് അത് സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പങ്കെടുത്ത സെക്ഷൻ കഥാപാത്രങ്ങളും ആർട്ടിസ്റ്റുകളും അഭിനേതാക്കളും എന്താണ് ആ സെക്ഷനിൽ ബിൻസി അലോഷ്യസ് അഭിനേത്രി എന്ന നിലയിലുണ്ടായിരുന്നു. ചർച്ച നയിച്ചത് മോഡറേറ്ററായിരുന്നത് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ എന്ന ചലച്ചിത്ര സംവിധായകനായിരുന്നു. ആ സെക്ഷനിലാണ് ഞാനും പങ്കെടുത്ത് സംസാരിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ കുറേ കാലമായി പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് സാധിച്ചു. വളരെ ഇൻട്രാക്റ്റീവായിട്ട് സദസ്സിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് പറയണം. ഇത്രയേറെ ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു സദസ്സ് എല്ലാം കൊണ്ടും എന്താ പറയുക, നമുക്ക് സന്തോഷം തോന്നുന്നൊരു മൊമെൻറ്റ്സാണ് ഇന്നലെ ഇവിടെ വന്നത് മുതൽ ഈ നിമിഷം വരെയും. അതുകൊണ്ട് അടുത്ത വർഷവും വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ ഒരു സാംസ്കാരിക ഉത്സവത്തെക്കുറിച്ചും ഉള്ള വാർത്തകൾ പുറം ലോകത്ത് ഒരുപാട് പരക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.